എന്തെന്നാ പ്രസാദ് മൊബൈൽ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നത്? എങ്ങനെ ചിരിക്കാതിരിക്കും? ഇത് കണ്ട they withdraw the log standing. Oh God! You again? വീണ്ടും നിങ്ങളോ? നിന്റെ നേതാവിന്റെ അടുക്കേ പത്രക്കാരൻ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ചപ്പോ കിടന്ന് പബ്ബ പഠിക്കുന്നുണ്ട. നമസ്കാരം. റഹീമണ്ണൻ വീണ്ടും ഇംഗ്ലീഷുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? The branding of PMAY urban. PMAY അർബൻ. അതന്നെ, ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷ് ഒന്നും എനിക്ക് വഴങ്ങില്ല. അതാ ഉദ്ദേശിച്ചത്. It will be affect dignity of certain person. I have been in Singapore for a long time. ഈ ആവശ്യമില്ലാത്തടത്തൊക്കെ ബി ഒക്കെ ചേർക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, കളിയാക്കിയതല്ല, ഞങ്ങൾക്കും തമിഴ് വായിക്കാൻ അറിഞ്ഞൂടാ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അപ്പടിയാ ഞാൻ മിണ്ടൂല. ഇറ്റ് വിൽ ബി അഫക്റ്റ്. ഇറ്റ് വിൽ അഫക്റ്റ് എന്നൊക്കെ പറഞ്ഞാ പോരെ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ഇങ്ങനത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാവോ? കയ്യിലുള്ള വാക്കുകൾ എല്ലായിടത്തും അങ്ങ് ചെലവാക്കിയേക്കും. അയ്യോ, അതിപ്പോ പുതിയൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. പച്ച മലയാളത്തിൽ അങ്ങ് പറഞ്ഞാ പോരെ? ആ റിപ്പോർട്ടറിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട്, അദ്ദേഹം ഇടയ്ക്ക് സഹായിക്കുന്നുണ്ട്. കഷ്ടം, ഇവരൊക്കെയാണ് നമ്മളെ നാട് ഭരിക്കുന്ന ലീഡേഴ്സ്. So it's so സോ പോരട്ടെ 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 നാക്കിന്റെ തുമ്പത്തിരിക്കണം. സോയും ഗ്യാനും ഒക്കെ ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നു. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായിട്ട്. so it is highly condemnable. കണ്ടംനബിൾ എന്ന് എഴുതുമെങ്കിലും കണ്ടമബിൾ എന്നേ അത് വായിക്കുള്ളൂ. നിങ്ങക്ക് മലയാളം അറിയാമോ? അറിയാം. എന്നാ പിന്നെ മലയാളത്തിൽ പറഞ്ഞാ പോരെ? എൻ സൈലന്റാ, കുറച്ചു നേരം സൈലന്റ് ആയിട്ടിരിക്കും. എന്നെ നാട്ടിക്കരുത്. നാറ്റിക്കില്ല ആകെ നാറിയിരിക്കില്ല.